15 മാസം സാധ്യമായ സകല മേഖലകളും ആക്രമിച്ചു. 80% ഓഫ് ബിൽഡിങ്ങുകൾ തകർന്നു. ഞങ്ങളെല്ലാ തുരങ്കങ്ങളും തകർത്തു എന്ന് അവകാശപ്പെടുന്നു. പരമാവധി ഹമാസിൻ്റെ എല്ലാ ഫൈറ്റേഴ്സിനെയും ഞങ്ങൾ കൊന്നുകളി. ഇസ്രായേൽ അവകാശപ്പെടുന്നതിൻ്റെ 85% ഓഫ് ആളുകളെ ഞങ്ങൾ കൊന്നു. ഇനിയിപ്പോൾ അവർക്ക് രാഷ്ട്രീയമായും സൈനികമായും ഒരു എക്സിസ്റ്റൻസും ഹമാസിനില്ല എന്ന് പറയുമ്പോഴാണ് പ്രഖ്യാപിച്ച സമയത്ത് ആദ്യമായിട്ട് 3 ബന്ദികളെ കൊണ്ട് അവരുടെ ആളുകൾ പുറത്തേക്ക് വരുന്നത്. ഹെൽത്തി ആയിരിക്കുന്ന ആ ബന്ദികളെ കണ്ടോ? അവർ ഏതെങ്കിലും ഒരു പരിമിതമായ സാഹചര്യത്തിൽ പട്ടിണി കിടന്ന് തളർന്നു വരുന്നവരല്ല. അവർ മാനസികാരോഗ്യമുള്ളവരും ഒപ്പം തന്നെ ശാരീരിക ആരോഗ്യമുള്ള ആ 3 സ്ത്രീകളെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെവിടെയായിരുന്നു? അപ്പോൾ ഒക്ടോബർ 7 അറ്റാക്ക്, അതായത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഫലസ്തീനോട് കാണിക്കുന്ന അതിക്രമത്തിന് ഒക്ടോബർ 7 അവർ കൊടുത്ത ഒരു മറുപടി, ഒരു പ്രതിരോധം, അത് ഇസ്രായേലിൽ എന്ത് ചലനമുണ്ടാക്കുന്നു, ഇസ്രായേൽ ഏതറ്റം വരെ പോകുന്നു അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കരുതാൻ. ഇസ്രായേൽ മാക്സിമം ആക്രമിക്കും, എല്ലാം തകർക്കും, സകല വിനാശം ഉണ്ടാക്കും, ബങ്കർ ബസ്റ്ററുകളിടും എന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിൽ പോയിട്ട് പൊട്ടുന്ന ബോംബാണ്, അതിടുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു കൗണ്ടർ പ്ലാൻ അവരുണ്ടാക്കി വെച്ചിരുന്നു. പരമാവധിയിൽ ആക്രമിച്ചാലും തടുക്കാൻ കഴിയാത്ത രഹസ്യ കേന്ദ്രങ്ങളുണ്ടാക്കി അവിടെ ബന്ദികളെ പാർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അവരുടെ യുദ്ധ പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധത്തിൻ്റെ പ്ലാനും ചെറുതായിരുന്നില്ലെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഏതായാലും വെടിനിർത്തൽ വന്ന ശേഷം ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളതിൻ്റെ ഒരു റീബിൽഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് ഫലസ്തീൻ അനുഭവിച്ചതിനേക്കാൾ വലിയ വിനാശം ഉണ്ടായിട്ടുണ്ട്. 85% ഓഫ് കെട്ടിടങ്ങൾ തകർന്നു. മനുഷ്യർക്ക് ജീവിക്കാൻ ഒന്നാമത് ചെറിയൊരു സ്ട്രിപ്പാണ്. അവിടെ 22 ലക്ഷം മനുഷ്യർ അല്ലെങ്കിൽ തന്നെ ജനസാന്ദ്രത കൂടുതലാണ്. അങ്ങനെ ഇരിക്കെ ഈ കെട്ടിടങ്ങൾ തകർന്നു വീണ അവശിഷ്ടങ്ങളുള്ള സ്ഥലങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ അപ്പോൾ എന്ത് ചെയ്തു? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഭീകരമായി കൂടി. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ്? ഈ അവശിഷ്ടങ്ങളാണ്, കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ്. അപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്ഥലം കുറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് ഇനിയും ഹെൽത്തിയായി ജീവിക്കണമെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കണം. അത് വലിയ പ്രോസസ്സാണ്. അതിപ്പോൾ അതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് വർഷങ്ങളെടുത്തേക്കുമെന്നാണ്. അത് സാധാരണ നിലയ്ക്കുള്ള നീക്കം ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് $700 മില്യൺ ഈ അവശിഷ്ടങ്ങൾ നീക്കാൻ വേണ്ടി മാത്രമായി ചിലവ് വരും. എന്ന് മാത്രമല്ല, നീക്കുമ്പോഴുള്ള പ്രശ്നം അതിനകത്ത് മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവാം, പൊട്ടാത്ത ബോംബുകൾ ഉണ്ടാവാം, മറ്റ് കെമിക്കൽ സംഗതികൾ ഉണ്ടാവാം. ഇവയൊക്കെ വളരെ അത് നിലയ്ക്കുള്ള ചലഞ്ചസ് നീക്കുമ്പോൾ ഉണ്ട്. അത് നീക്കിയിട്ട് വേണം പുനർനിർമ്മാണം എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിലേക്ക് കടക്കാൻ. അപ്പോൾ അങ്ങനെ കടക്കുന്നതിന് അതിനൊരു ഒരു പ്രോപ്പർ പ്ലാൻ ഇപ്പോഴും ആയിട്ടില്ല. ലോകത്തു നിന്നുള്ള വലിയ പിന്തുണ വേണം. അതിനെക്കുറിച്ച് തന്നെ ഇപ്പം ബ്ലൂംബർഗിലൊക്കെ വന്നിട്ടുള്ള ലേഖനങ്ങളിൽ പറയുന്നത് ലോകത്തെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കും ഈ പുനർനിർമ്മാണത്തിന് പണം കൊടുക്കുന്നതിനും സഹായത്തിനെക്കുറിച്ചും പല കൺസേണുകളുണ്ട്. കാരണം ആത്യന്തികമായൊരു പരിഹാരം ഉണ്ടാക്കണം. ആത്യന്തികമായ പരിഹാരം ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഈ പുനർനിർമ്മാണം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന സംശയം പല രാജ്യങ്ങളും പല മുഖ്യധാര രാഷ്ട്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമായിരിക്കും. അപ്പം ഇതിന് തിരികെ കൊണ്ടുവരിക. അതിന് കച്ചവട മേഖല ഏതാണ്ട് പൂർണ്ണമായും 80% കച്ചവട മേഖല തകർന്നു. അവരവിടെ കൃഷിയൊക്കെ ഉണ്ടായല്ലോ, കൃഷി മേഖല മുഴുവൻ തകർന്നു മാത്രമല്ല, ഒന്നുകിൽ ഈ പറയുന്ന മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പറ്റാതായതോടുകൂടി ആളുകൾ കൃഷി സ്ഥലങ്ങളിലേക്ക് അവരുടെ ടെൻറ്റുകൾ മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ എല്ലാം ബോംബുകൾ വീണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തകർന്നു. പിന്നെ ആളുകൾക്കുണ്ടായിട്ടുള്ള ആഘാതം പ്രധാനമാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള യുദ്ധം ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ പോകുന്നുള്ള വലിയ ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് പല തരത്തിലുള്ള ആക്രമണങ്ങളെയും വലിയ മരണങ്ങളെയും അതിജീവനത്തെയും ഒക്കെ കണ്ടുവന്നവരാണ് അവരതിനെ മറികടക്കുമായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കണം.